ഹായ് ഡിയേഴ്സ്, വേൾഡ് മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പാവയ്ക്കത്തോരൻ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പാവയ്ക്കയാണ്. ആദ്യം പാവയ്ക്ക കഴുകിയതിന് ശേഷം നെടുകെ മുറിച്ച് ഉള്ളിലുള്ള സീഡ് എടുത്തു കളയുക. പാവയ്ക്കയുടെ ഉള്ളിലുള്ള വെള്ള നിറം ഒരു സ്പൂണോ കത്തിയോ ഉപയോഗിച്ച് ചുരണ്ടിക്കളയാവുന്നതാണ്. പാവയ്ക്ക ചെറുതായി കൊത്തിയരിഞ്ഞ ശേഷം ഉപ്പ് തിരുമ്മി 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. 10 മിനിറ്റിന് ശേഷം ഈ വെള്ളം നന്നായി പിഴിഞ്ഞ് കളയണം. ഇനി ഇതിലോട്ട് വേണ്ടത് ചെറുതായി അരിഞ്ഞെടുത്ത ഒരു സവാള, 1-2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. ഇനി അരപ്പ് തയ്യാറാക്കാനായി കുറച്ച് തേങ്ങ എടുക്കണം. പാവയ്ക്ക അരിഞ്ഞെടുത്തത് എത്രയുണ്ടോ അതിൻ്റെ പകുതി അളവിൽ വേണം തേങ്ങ എടുക്കാൻ. ഈ തേങ്ങയിൽ 5 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഒരു ചീനച്ചട്ടിയിൽ എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് 1 മിനിറ്റ് വഴറ്റുക. ഇങ്ങനെ ഈ 1 മിനിറ്റ് വഴറ്റിയ ശേഷം വെള്ളം പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള പാവയ്ക്കയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട്. ഇനി ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ആവശ്യാനുസരണം ചേർക്കുക. ഇടയ്ക്കിളക്കി കൊടുക്കാൻ മറക്കരുത്. ഒരു 3 മിനിറ്റിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ചേർത്ത് ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുക്കുക. 2-3 മിനിറ്റിന് ശേഷം ഇത് വെന്ത് കിട്ടും. ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ പാവയ്ക്ക തോരന് ഒട്ടും തന്നെ കയ്പുണ്ടാവില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.